നമസ്കാരം. 100 രൂപയിൽ താഴെ മാത്രം വിലയുള്ളതും റിന്യൂവബിൾ എനർജി സെഗ്മെന്റിൽ നിന്നും തുടർച്ചയായി പുതിയ ഓർഡറുകൾ നേടിക്കൊണ്ടിരിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സുസ്ലോൺ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 0.4% ഉയർന്ന് 37 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 79.20. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 44, 52 വീക്ക് ലോ 6 രൂപ 95 പൈസ. കഴിഞ്ഞ 6 മാസം കൊണ്ട് 181% റിട്ടേണും ഈ ഒരു വർഷം മാത്രം 246% റിട്ടേണുമാണ് സുസ്ലോൺ എനർജി എന്ന കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത. ഈ ആഴ്ചയിൽ തന്നെ കമ്പനിക്ക് 3 ഓർഡറുകളാണ് ലഭിച്ചത്. ഇതിൽ കഴിഞ്ഞ ദിവസം കമ്പനിക്ക് 2 വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നും 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് ടർബൈൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 2 ഓർഡറുകൾ ലഭിച്ചിരുന്നു. മഹീന്ദ്ര സസ്റ്റെയിൻ, നോർഡിക് എനർജി എന്നീ കമ്പനികളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് ടർബൈനുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 2 വ്യത്യസ്ത ഓർഡർ ലഭിച്ചത്. ആദ്യം തന്നെ മഹീന്ദ്ര സസ്റ്റെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് എനർജി ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോജക്റ്റിന് വേണ്ടി വിൻഡ് ടർബൈൻ സപ്ലൈ ചെയ്യുന്ന ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ 2.1 മെഗാവാട്ട് ശേഷിയുള്ള 48 വിൻഡ് ടർബൈനുകളായിരിക്കും കമ്പനി സപ്ലൈ ചെയ്യുക. ഈ ഓർഡർ മഹാരാഷ്ട്രയിലെ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് എനർജി ജനറേറ്റ് ചെയ്യുക എന്ന ടാർഗറ്റോടു കൂടിയുള്ള ഓർഡറാണ്. ഈ എൻ്റയർ പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, ഇൻസ്റ്റാളേഷൻ, കമ്മീഷനിങ് തുടങ്ങിയ എല്ലാം നടത്തുന്നത് സുസ്ലോൺ എനർജി എന്ന കമ്പനിയായിരിക്കും. ഇതുകൂടാതെ നോർഡിക് എനർജി എന്ന കമ്പനിക്കും 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് ടർബൈൻ സപ്ലൈ ചെയ്യുന്ന ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ 3 മെഗാവാട്ട് ശേഷിയുള്ള 32 വിൻഡ് ടർബൈനുകളായിരിക്കും നോർഡിക് എനർജി എന്ന കമ്പനിക്ക് സുസ്ലോൺ എനർജി സപ്ലൈ ചെയ്യുക. ഈ പ്രോജക്റ്റ് കർണാടകയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 2 ദിവസം മുമ്പേ KP ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും സുസ്ലോൺ എനർജി എന്ന കമ്പനിക്ക് 193 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് ടർബൈൻ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. ഗുജറാത്തിലായിരിക്കും ഈ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ആവുക. ഓവറാൾ കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസിലും കാണാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നു. അതേസമയം ഈ കമ്പനിക്കുള്ള പ്രധാന ന്യൂനത പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് തുടർച്ചയായി കുറഞ്ഞു വരുന്നു. 14.5% നിന്നും 13.28% പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.7% നിന്നും 10.8% ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.9% നിന്നും 9.81% ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 71% നിന്നും 65% കുറഞ്ഞു. ഇപ്പോഴും പബ്ലിക്കാണ് ഈ കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ബോറോവിങ്സും ഉയർന്നതാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര വലിയ സെയിൽസ് ഗ്രോത്തോ പ്രോഫിറ്റ് ഗ്രോത്തോ കമ്പനി നേടിയിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 101 കോടിയിൽ നിന്നും 102 കോടിയിലേക്ക് ഉയർത്തുകയും സെയിൽസ് 1351 കോടിയിൽ നിന്നും 1421 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതേസമയം കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി ഓപ്പറേറ്റിംഗ് മാർജിൻ 14% നിന്നും 16% കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് അപ്സൈഡ് വേണം സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. അതുകൊണ്ട് ചെറിയ ടാർഗറ്റിന് വേണ്ടി സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 39 രൂപ എന്ന റെസിസ്റ്റൻസ് മറികടന്ന് സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ 42, 45 തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാം. അതല്ല സ്റ്റോക്ക് അതിൻ്റെ 34 രൂപ എന്ന സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ 32, 31 എന്നീ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് SJVN. 36,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.47. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായ രീതിയിൽ കമ്പനി 1.91% ഡിവിഡൻഡ് ഈൽഡും നൽകുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.3% ഉയർന്ന് 92 രൂപ 75 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. SJVN എന്ന കമ്പനിക്ക് ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും 100 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് 550 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതോടൊപ്പം തന്നെ ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡുമായി 2 രൂപ 63 പൈസ പെർ യൂണിറ്റ് എന്ന റേറ്റിൽ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിലും SJVN ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് 25 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ ആദ്യ ഒരു വർഷം കൊണ്ട് 282 മില്യൺ യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അതിനുശേഷം 25 വർഷം കൊണ്ട് ഏകദേശം 5866 മില്യൺ യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ കമ്പനിക്ക് വളരെയധികം ബെനിഫിറ്റാണ്.
SJVN എന്ന കമ്പനിയുടെ എൻ്റയർ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിച്ചാൽ സോളാർ ആൻഡ് വിൻഡ് പോർട്ട്ഫോളിയോയിൽ കമ്പനിക്ക് ഏകദേശം 5900 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണുള്ളത്. ഇതിൽ തന്നെ 179 മെഗാവാട്ട് ഫുള്ളി ഓപ്പറേഷണലായി കഴിഞ്ഞു. 1860 മെഗാവാട്ടിൻ്റെ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. 3081 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലുമാണ്. വരും സമയങ്ങളിൽ കമ്പനിയുടെ റിന്യൂവബിൾ എനർജി ടാർഗറ്റ് ഉയരാനുള്ള സാധ്യതയുണ്ട്. 2026 12,000 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള കമ്പനിയായി വളരുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്കുള്ളത്. 2040 50,000 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള കമ്പനിയായി വളരാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. ROE 9%, ROCE 10.3%. കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 675 കോടിയിൽ നിന്നും സെയിൽസ് 878 കോടിയിലേക്ക് ഉയർത്താൻ സാധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ 72% നിന്നും 80% മെച്ചപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് 272 കോടിയിൽ നിന്ന് 440 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തു. അതേസമയം പുവർ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒരു കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും അതുപോലെ തന്നെ കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യതയും കൂടുതലാണ്. 10,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 17,000 കോടി രൂപയുടെ കടമുണ്ട്. എന്നാൽ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PSU കമ്പനി ആയതുകൊണ്ട് കടബാധ്യത കമ്പനിയെ അത്ര നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയില്ല. പ്രൊമോട്ടേഴ്സിന് 81.85% സ്റ്റേക്ക് ഹോൾഡിംഗ്. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 86.77 നിന്നും 81.85 കുറച്ചിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൽ ഇനിയും OFS വരാം. റീസെൻ്റ്ലിയും സ്റ്റോക്കിൽ OFS വന്നിരുന്നു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.4 നിന്നും 0.9% കുറഞ്ഞു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.3 നിന്നും 5.74% ഉയർന്നിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 11.5%. SJVN എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപയാണ് പ്രധാന റെസിസ്റ്റൻസ്. ഇവിടെ 95 രൂപ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 95-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 100 രൂപ എന്ന ലെവലിലേക്കുള്ള അപ്വേഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതേസമയം 90 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ OFS പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 85-82 എന്ന ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.